രാവിലെ തന്നെ ഡയറി ഫാമിലെയും ആട് ഫാമിലെയും പണികളൊക്കെ തീർത്ത് കാപ്പിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ്. ഇന്നത്തെ പണി കാപ്പിച്ചെടികളിലാണ്. നമ്മളെ കാപ്പികളൊക്കെ ഉണ്ട്, അത്യാവശ്യം കാപ്പിക്കുരുകളൊക്കെ വണ്ണം വെച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഈ സമയത്ത് ഇതുപോലുള്ള കാപ്പി തേപ്പുകൾ ഉണ്ടാവും. ചെടിയിൽ കണ്ടില്ലേ, ഇഷ്ടം പോലെ കാപ്പി തേപ്പ് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ തന്നെ പൊട്ടിക്കണ്ടായിരുന്നു, മറ്റു പണികളൊക്കെ കാരണം ഇത് വിട്ടുപോയി. അപ്പം ഇതിങ്ങനെ പൊന്തി കഴിഞ്ഞാൽ നമ്മളിത് ഈ കാപ്പിക്കുരു ഇപ്പം ഒക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നൊരു സമയമാണ്. അപ്പം സമയത്ത് അതൊക്കെ ഇനി വണ്ണം വെച്ച് വരണം. ഇനി അങ്ങോട്ടാണ് കാപ്പിക്കുരുകളൊക്കെ വണ്ണം വെച്ച് വരിക. ആ സമയത്ത് ഇതിന് ചെടിക്ക് കൊടുക്കുന്ന വളവും കാര്യങ്ങളൊക്കെ ചെടി വലിച്ചെടുക്കുന്നതൊക്കെ ഇതുപോലെയുള്ള കാപ്പി തേപ്പുകളാണ് കൂടുതലായിട്ട് എടുക്കുക. അങ്ങനെ വലിച്ചെടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ കരുത്ത് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ചിലർ ഇതിന് കമ്പച്ചീറ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതുപോലെ പൊട്ടിച്ച് ഒഴിവാക്കണം. നമ്മൾ പൊട്ടിച്ച് കളയുന്നത് ഇതുപോലെ കുത്തനെ പോയതാട്ടോ. ഇങ്ങനെയുള്ള ഇതാണ് നമ്മൾ പൊട്ടിച്ച് കളയുക. ചിലത് മോൾ ഭാഗത്തോട്ട് വന്നാൽ ഇതുപോലെ ഇതൊക്കെ കാണാം. ഇതൊക്കെ പുതിയ റക്ക വന്നതാണ്. നമ്മൾ പ്രൂൺ ചെയ്ത സമയത്ത് പുതിയ റക്ക പൊട്ടി വന്നതാണ്. ഇതിലാണ് ഈ അടുത്ത പ്രാവശ്യം അരിമ്പൊക്കെ വന്ന് പുതിയ കാപ്പി ഉണ്ടാകുന്നുണ്ട്. അപ്പം അതും പൊട്ടിച്ച് കളയുന്നില്ല. ഈ ഒരു ചെടിയൊക്കെ കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ച പ്രൂൺ ചെയ്തിട്ട് നല്ല പടർന്നു വന്ന ചെടിയാണ്. അപ്പൊ ഇതിൽ ഈ വാതുകളൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് പുതിയ കാപ്പികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ പ്രൂൺ ചെയ്ത ശേഷം വന്നതാണ്. ഇതിന്റെ ഉൾഭാഗം കണ്ടില്ലേ, അതാ കാപ്പി തേപ്പ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ പൊട്ടിച്ചു കൊടുക്കണം. ഇപ്രാവശ്യം നമ്മൾ ഇത് ഈ സീസണിൽ നമ്മൾ കാപ്പി ഇപ്പം പ്രൂൺ ചെയ്തതിനു ശേഷം ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മളിപ്പോ ഈ കാപ്പി തേപ്പ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് എടുത്തു കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വളം കൊടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ ഇതൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കിയതാ. ആ വളമൊക്കെ പിടിച്ചതിന് ശേഷം വന്നതാണ് ഇപ്പൊ ഇത്. നമ്മളിതാ ഈ ചെടിയിലെ ഇത്രയും വലിയ കാപ്പി തേപ്പുകളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെ നിർത്തിയതാണ്. നമ്മൾ പ്രൂണിങ് സമയത്ത് നിർത്തിയിട്ട് അത്യാവശ്യം വണ്ണം വെച്ച് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കാപ്പി തേപ്പും നമ്മൾ പൊട്ടിക്കരുത്. ചില ചെടിയുടെ നമ്മൾ നിർത്തേണ്ടി വരും. അതെന്താ വെച്ചാൽ അതിന്റെ മോൾ ഭാഗം കണ്ടില്ലേ, ഈ ചെടി ഇപ്പൊ ഇവിടെ അങ്ങോട്ട് കേടാണ്. അപ്പൊ ഈ വർഷത്തേന് കാപ്പി കുറച്ചതിന് ശേഷം ഇവിടെ വെച്ച് ചെടി കട്ട് ചെയ്ത് ഒഴിവാക്കും. അപ്പൊ നമുക്ക് ഈ ചെടിയിൽ പുതിയ തേപ്പ് കൊണ്ടുവരല്, പുതിയൊരു തേപ്പ് ഇവിടുന്ന് നിർത്തി കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ നിർത്തിയിട്ടുള്ളത്. ഇതിലാണ് ഇനി പുതിയ വാതുകളൊക്കെ വന്നിട്ട് അടുത്ത വർഷമൊക്കെ കാപ്പികൾ ഉണ്ടാവുക. ഇതിപ്പോ ഈ ചെടിയിൽ കണ്ടില്ലേ, ഇതുപോലെ ചെറുത് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിനി കാപ്പിക്ക് വളമിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊന്തും. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ നിരത്തി കളഞ്ഞാൽ മതി. ഇത് കത്തിയായിട്ട് നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് കിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ളതൊന്നും ഇങ്ങനെ നിരത്തി കളഞ്ഞാൽ പൊടിഞ്ഞു പോയിക്കോളും. അപ്പൊ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതിൽ നിർത്തിയതാണ്. ഈ ചെടിയിൽ നമ്മൾ ഇതുപോലെ ഒരു കാപ്പിത്തേപ്പ് നിർത്തിയിട്ടുണ്ട്. അടുത്ത വർഷം ഈ ചെടിയിൽ ഈ ഭാഗത്തേക്ക് വളർച്ച കിട്ടാനാണ്. ഒരു സൈഡ് ചിലപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പൊ അങ്ങനെ നിർത്തുന്നതിന് നമ്മൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇത് പൊട്ടിച്ചു കൊടുത്താൽ ഇനി ഇതിങ്ങനെ മറ്റേതിങ്ങനെ നീണ്ടുപോകും. അപ്പൊ നമ്മൾ ആ പാകത്തിനായിട്ട് നിൽക്കും ചെയ്യും. ഇനി ഇതിലിങ്ങനെ ഈ റക്കകളൊക്കെ വന്നിട്ട് നല്ല പടർന്ന് സെറ്റായി കിട്ടും. ഇപ്പൊ മഴയൊക്കെ കുറച്ച് കുറവുണ്ട്. അപ്പൊ ഇത് പൊട്ടിച്ചിടുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു വളം കൂടെ കാപ്പിക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഒക്കെ ഒന്ന് ചെടിയിലുള്ള ഇതുപോലെ കാപ്പി തേപ്പൊക്കെ പൊട്ടിച്ച് തീർക്കുകയാണ്. ഞങ്ങളുടെ കാപ്പിത്തോട്ടത്തിന് ഇടവേളയായിട്ട് വാഴയും തെങ്ങും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഏതായാലും കാപ്പിത്തേപ്പ് എടുക്കാൻ വരുന്നതാണ്. അപ്പൊ ഇതുപോലെയുള്ള വാഴയുടെ കൈകളൊക്കെ ഉണ്ട്, അതാണ്ടില്ല വാഴയുടെ കൈയൊക്കെ ഇങ്ങനെ ഉണക്ക കൈകളൊക്കെ ചെടിയിൽ ഇങ്ങനെ തട്ടിക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് അരിഞ്ഞ് ഒഴിവാക്കണം. ഇത് ഒഴിവാക്കി മാക്സിമം നമ്മൾ ഇതുപോലെ കാറ്റോട്ടം കിട്ടണം ചെടിക്ക്, കണ്ടില്ല എല്ലാത്തിനും ഒന്ന് വൃത്തിയാക്കി പോകണം. അങ്ങനെ ചെയ്താൽ ഈ സമയത്ത് കണ്ടില്ല, കാപ്പി നല്ല വണ്ണം വെക്കുന്ന സമയത്ത് ഒന്ന് കാപ്പിക്ക് കൊഴിയുന്നൊരു സമയമാണ്. ഇപ്പൊ നല്ല കൊഴിച്ചിൽ വരുന്ന സമയമാണ്. കൊഴിച്ചിൽ പോലെ തന്നെ ചീച്ചിലും വരും. അപ്പൊ ചീച്ചിലൊക്കെ ഒഴിവാക്കി ഇതുപോലെ കണ്ടത് നല്ല ഒരു മാക്സിമം എല്ലാം ഒന്ന് ഒഴിവാക്കിയാൽ ഇതുപോലെ ചെടി ഒന്ന് വൃത്തിയാവും. അങ്ങനെ കാറ്റോട്ടം കിട്ടിക്കഴിഞ്ഞാൽ കൊഴിച്ചിലും ചീച്ചിലൊക്കെ ഒരു പരിധി വരെ തടയാൻ കഴിയും. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകുന്നത് നല്ലതാണ് നമ്മൾ ഈ പണിയെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ. ഈ ഒരു ചെടി കണ്ടില്ലേ, തെങ്ങിന്റെ പട്ട വന്നിട്ട് തട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ നല്ല പച്ചപ്പട്ട ആയതുകൊണ്ട് മുഴുവനായിട്ട് വെട്ടുന്നില്ല. നമ്മൾ ഈ തട്ടി നിൽക്കുന്ന ഭാഗം മാത്രം ഒന്ന് വെട്ടി ഒഴിവാക്കണം കേട്ടോ. ഇതൊക്കെ നല്ല കാപ്പി നിൽക്കുന്നതിന് മുകളിൽ അടഞ്ഞു നിൽക്കുക, അത് മാത്രം ഒന്ന് വെട്ടി ഒഴിവാക്കണം. അത്ര മുഴുവനായിട്ട് വെട്ടണം. നല്ല പച്ചപ്പട്ടയാണ്. പിന്നെ നല്ല തേങ്ങ പിടിച്ചിരിക്കുന്ന സമയമാണ്. പട്ട വെട്ടിക്കഴിഞ്ഞാൽ തേങ്ങ ഇടിഞ്ഞു വരും. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കണം. ചെറിയ തെങ്ങ് നട്ട് കഴിഞ്ഞാൽ കാപ്പിച്ചെടിയുടെ മുകളിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതുവരെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഈ തെങ്ങൊക്കെ അങ്ങനെ വെട്ട തെങ്ങ അല്ലേ. ഇതൊക്കെ ചെടിയിൽ ഇങ്ങനെ കുത്തി നിൽക്കുന്നുണ്ട് ഇതിന്റെ പട്ടകൾ. ഒന്ന് ഉയർന്ന് കഴിയുന്നവരെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഉയർന്ന് നമുക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ തെങ്ങിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പട്ടകളൊക്കെ ഒന്ന് വലിച്ച് കെട്ടി കൊടുത്താൽ മതി, ഇങ്ങനെ കാപ്പിയിൽ വന്ന് വീഴുന്നതിന്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പൊ ഈ ചെടിയിൽ കണ്ടില്ല, നമ്മൾ അടിയിൽ നിന്ന് കളമായിട്ട് വരുന്ന വള്ളി ഉണ്ട്. ഇത് മണ്ണിൽ നിന്ന് നേരെ വന്ന കളയാണ്. ഇതിങ്ങനെ കാപ്പിയിലോട്ട് പടർന്നു കയറും. അപ്പൊ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തില്ലെങ്കിൽ കാപ്പിക്കുരുവൊക്കെ കൊഴിഞ്ഞു പോകും. നല്ല പിടിക്കും ഈ വള്ളികളൊക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് ആദ്യം ഇതിന്റെ അടി അറ്റ് കളയണം, നല്ലത് ഉണങ്ങി പോവുള്ളൂ. നമ്മൾ ചെടിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക. അതും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ കാപ്പിത്തേപ്പ് എടുക്കുക മാത്രമല്ല, ഈ സമയത്ത് ചെടികളൊന്ന് ക്ലീൻ ചെയ്തും കൂടെ പോകണം.
കണ്ടില്ല, ഇതൊക്കെ ചെടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കാപ്പിത്തേപ്പും വള്ളികളൊക്കെ ഒഴിവാക്കിയപ്പോൾ ഇതുപോലെ ഉണ്ടാവും ചെടികൾ. കാപ്പി കൃഷിയൊക്കെ ചെയ്യുന്നവർ ഈ സമയത്ത് ഇതുപോലെ എന്ത് ചെയ്യുക, കാപ്പിത്തേപ്പൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക, ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു വളം കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളെ കാപ്പിക്കുരു ഒക്കെ നല്ല വണ്ണം വെച്ച് കിട്ടുകയും കൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ തടയാനും സാധിക്കും.